കാരണം അറിയാമല്ലോ, ഇത് വികലമാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണെന്നും ദൈവമാണെന്നും പറഞ്ഞുകൊണ്ട് വികലമാക്കി ബൈബിളിലെ ചരിത്രങ്ങളും കഥാപാത്രങ്ങളും എല്ലാം എടുത്ത് കോപ്പി അടിച്ച് വികലമാക്കി വെച്ചിരിക്കുകയാണ് ഇതിനെ മുഴുവനെ. കോപ്പി അടിച്ചാൽ നമുക്ക് കുഴപ്പമില്ല, സന്തോഷമായിരുന്നു പറയാം. ഇത് കോപ്പി അടിച്ച് കൊണ്ടുപോയിട്ട് ഇവൻ്റെതായ രീതിയിൽ വികലമാക്കി വെച്ചിരിക്കുകയാണിത്. അപ്പം ക്രിസ്തീയ വിശ്വാസത്തെ പരിഹസിക്കുകയും കൂടെ ചെയ്യുന്നത്, നിന്ദിക്കുകയെല്ലാം ചെയ്യുക. ക്രിസ്തീയ വിശ്വാസത്തെയും അതിനകത്തെ കഥാപാത്രങ്ങളെയും അതിനകത്തുള്ള എല്ലാവരെയും ചരിത്ര പുരുഷന്മാരെല്ലാം കളിയാക്കുകയും നിന്ദിക്കുകയും എല്ലാം ചെയ്യുകയാണ് ഇസ്ലാമിക ഖുർആനിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്രിസ്ത്യാനിറ്റിക്ക് ഇസ്ലാമായി ഏറ്റവും വലിയ ത്രട്ടാണ്, ഒരു ഭീഷണി തന്നെയാണ്. അപ്പം അതിൽ തട്ടെന്ന് വെച്ചാൽ കാര്യം ഇതുകൊണ്ടാണ്, അറിയാമല്ലോ, ക്രിസ്ത്യാനിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇസ്ലാം എന്ന് പറയുന്നത് പിശാച്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഇസ്ലാമിനെ എന്താ തുറന്ന് കാണിച്ചേ പറ്റുള്ളൂ. അപ്പം മറ്റു മതവിശ്വാസത്തിലോട്ട് നമുക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റു വിശ്വാസമൊന്നും ക്രിസ്ത്യാനിറ്റിക്ക് ഒരിക്കലും ഒരു ഭീഷണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ അവനെ കാര്യങ്ങൾ പറയുന്നുള്ളതല്ലാതെ ഒത്തിരി എന്താ പറയുന്നത് ഭീഷണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായം കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം പറയാം. ഞാൻ തോന്നുന്നില്ല എനിക്ക്. കാര്യം ഹിന്ദുവിസം അവർക്ക് അവരുടെ വിഗ്രഹാരം 33 കോടി വിഗ്രഹമായിട്ട് അവർ പോയി ജീവിക്കുന്നു, ആരാധിക്കുന്നു. അവർക്ക് അവരുടെ പാടായി രണ്ട് രീതിയിലോട്ടാണ് പോകുന്നത്. അപ്പം പക്ഷെ ഇസ്ലാം അങ്ങനെ അല്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്തേ പറ്റുള്ളൂ.